നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നിലമ്പൂർ MLA PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം ഇന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ചില വർത്തമാനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരുന്നില്ല ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നാണ്. അതായത് ഈ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ 10 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ 2 പ്രാവശ്യം കണ്ടു. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി നിൽക്കുമ്പോഴാണ് അൻവർ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു എന്നുള്ളത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഈ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി കണ്ടിട്ടേ ഇല്ല എന്നാണ് PV അൻവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ചതിക്കുകയാണ്, അവരത് പൂഴ്ത്തിവെച്ചു ഈ റിപ്പോർട്ട് എന്നാണ് അൻവർ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അൻവറിൻ്റെ വാർത്താ സമ്മേളനം നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോൾ അൻവർ പറയുന്നത് മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും ഇപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ലല്ലോ? അല്ലത് മുഖ്യമന്ത്രി അറിഞ്ഞോ ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരി അൻവർ ഉന്നയിക്കുന്ന അൻവറിൻ്റെ എല്ലാ ചോദ്യശരങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ ആരോപണവും ചെന്ന് നിറയ്ക്കുന്ന ഒരൊറ്റ പോയിന്റിലാണ്. അത് P ശശി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കാണ്. അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത് പാർട്ടിയാണ് ആ പൊസിഷനിലേക്ക് ആളെ നിയോഗിക്കുക. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് P ശശി ആ പൊസിഷനിലേക്ക് വന്നതെന്ന്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം തന്നെ വന്നതാണ്. കാരണം അതിനു മുമ്പ് 2 പേർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ 2 പേർ ആ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. മുമ്പ് പിണറായി വിജയൻ്റെ ആദ്യ ടൈമിൽ MV ജയരാജനും അദ്ദേഹത്തെ വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ തിരിച്ചയച്ച ശേഷം പുത്തലത്ത് ദിനേശനും ആ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പുത്തലത്ത് ദിനേശൻ ആ പൊസിഷന് പറ്റിയ ആളാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ആ പൊസിഷന് പറ്റിയ ആളല്ല. അദ്ദേഹം കുറേ കൂടി ഒരു സൈദ്ധാന്തികനായ മനുഷ്യനാണ്, ചിന്തയിലൊക്കെ ലേഖനം എഴുതുന്ന ഒരാളാണ്. MV ജയരാജൻ ആ പണി ചെയ്തിരുന്നു, വൃത്തിയായിട്ട് ചെയ്തിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് ഇത്രയും ആരോപണങ്ങൾ പോലീസിനെതിരെ ഇല്ല. MV ജയരാജൻ ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇത്രയും ആരോപണങ്ങളില്ല എന്നല്ല, കാരണം ആ സമയത്ത് തന്നെയാണ് രമൺ ശ്രീവാസ്തവ പോലീസിൻ്റെ പ്രത്യേക ഉപദേശകനായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ രമൺ ശ്രീവാസ്തവ ഉണ്ടാക്കുന്ന ഡാമേജുകൾ പരിഹരിക്കാനുള്ള ഡാമേജ് കൺട്രോൾ മെക്കാനിസമായിട്ടെങ്കിൽ MV ജയരാജൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പാലക്കാട് മോഹൻ ഭാഗവത് പതാക ഉയർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് MV ജയരാജൻ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിരുന്നു. പക്ഷെ ഫോളോ ചെയ്ത് എന്താണ് അന്നത്തെ ജില്ലാ കളക്ടർ ആ വിഷയത്തിൽ മോഹൻ ഭാഗവത്തിനും സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്ന റിപ്പോർട്ട് കൊടുത്തപ്പോൾ മേരിക്കുട്ടി എന്ന് പറയുന്ന അന്നത്തെ കളക്ടർ തെറിച്ചു പോയതാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചു അതിനെപ്പറ്റി. അവരെ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. ജയരാജൻ വളരെ പെട്ടെന്ന് ആ പൊസിഷനിൽ നിന്ന് മാറി. പിറ്റേ വർഷം തന്നെ മാറി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിറ്റേ വർഷം തന്നെ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറി. പുത്തലത്ത് ദിനേശൻ വളരെ കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് P ശശി ആ പൊസിഷനിലേക്ക് വന്നു. P ശശി ആ പൊസിഷനിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു. അതായത് അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി അല്ലാതിരിക്കെ തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു, അതല്ല പിണറായി വിജയൻ്റെ തീരുമാനമായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല. മുഖ്യമന്ത്രി പലതും അറിയുന്നില്ല എന്നാണ് ഇന്ന് അൻവർ ആരോപിക്കുന്നത്. അതിന് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, തൻ്റെ ആക്രമണം മുഖ്യമന്ത്രിക്കെതിരെയല്ല എന്ന് വരുത്തി തീർക്കുക എന്ന അൻവറിൻ്റെ ലക്ഷ്യമായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു പാർട്ടിയുടെ MLA, അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച MLA ആണ്. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പിന്തുണ കിട്ടുകയും അത് മുഖ്യമന്ത്രിക്കെതിരെ ആവുകയും ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ എന്താണ് ഉണ്ടാവുക? പാർട്ടി ഒരു വശത്തും മുഖ്യമന്ത്രി മറ്റൊരു വശത്തുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി പോർമുഖം തുറക്കുന്നു എന്നൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ പെർസെപ്ഷൻ ഉണ്ടാകുന്നത് ജനുവരി വരെ നീളുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഇനിയും ഉയരാനുണ്ടെയുള്ള, അൻവർ തന്നെ പറയുന്നത് ഓരോ ഘട്ടത്തിലാണ്, ഓരോ ഘട്ടമായിട്ടാണ് അദ്ദേഹം ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് കൃത്യസമയത്ത് പറയേണ്ടത് എന്താണ് അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ആരോപണങ്ങൾ വരാനിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ളൊരു പോരായി ചിത്രീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അൻവറിൻ്റെയും അൻവറിനോടൊപ്പമുള്ളവരുടെയും വിശാലമായ താല്പര്യങ്ങൾക്കെതിരാണ്. അതിന് പകരം എന്ത് ചെയ്യുന്നു? P ശശി എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് ആരോപണങ്ങൾ കേന്ദ്രീകരിക്കുകയും മുഖ്യമന്ത്രിയെ തൽക്കാലം ഒഴിവാക്കി നിർത്തുകയും ചെയ്യുക. ആരോപണം ഉന്നയിക്കുമ്പോൾ ഒഴിവാക്കി നിർത്തുക എന്നുള്ള തന്ത്രമാണ് ഇവിടെ അൻവർ പയറ്റുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് മുഖ്യമന്ത്രിക്കെതിരെയല്ല എങ്കിൽ പോലും ഈ അമ്പെല്ലാം ചെന്നുകൊള്ളുന്ന മുഖ്യമന്ത്രിയിൽ തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDF യോഗം വളരെ നിർണായകമാണ്. അതിൽ മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്ററും ഈ LDF യോഗത്തിന് മുമ്പായി ഒരു ഉഭയകക്ഷി യോഗം നടന്നിരുന്നു. അതിൽ ചർച്ചയിൽ CPI ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ADGP അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള കാര്യമാണ്. കാരണം അത്
ഒരു എന്താണ് ഒരു തെളിവുള്ള ഒരു ആരോപണമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോട് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. സാഹചര്യത്തിൽ പിന്നെ അത് അദ്ദേഹത്തെ മാറ്റാതിരിക്കുന്നത് LDFന്റെ വിശാലമായ താല്പര്യങ്ങൾക്കെതിരാണെന്നാണ് CPIയുടെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ അൻവറിൻ്റെ ഉന്നം ADGP മാത്രമല്ല P ശശി കൂടിയാണ്. P ശശി ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ക്വസ്റ്റ്യനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ BJP ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി സംസ്ഥാനത്ത് ഉണ്ട്, അവർക്കൊരു നിശ്ചിത ശതമാനം വോട്ടുണ്ട് എന്നിരിക്കെ അവരുടെ മെൻറ്ററായ അവരുടെ പേരൻറ്റ് ഓർഗനൈസേഷനായ RSS കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ BJP എന്തോ ഒരു രാഷ്ട്രീയം കളിക്കുന്ന വളരെ മോശം ഒരു സംഘടന, RSS അങ്ങനെയല്ല, RSS കുറേ കൂടി നല്ല സംഘടന, ഇങ്ങനെയൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മലയാളത്തിലെ മാധ്യമങ്ങൾക്കും നല്ല പങ്കുണ്ട്. BJPയെ തിരുത്തി RSS അല്ലെങ്കിൽ അഴിമതിക്കാരായ BJP പ്രവർത്തകർക്ക് അല്ല BJP നേതാക്കൾക്കെതിരെ RSSൻ്റെ ചെവിക്ക് പിടുത്തം, ഇങ്ങനെയൊക്കെ തരത്തിൽ ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന വാർത്തകൾ മലയാളത്തിൽ വളരെ പഴക്കമുള്ള മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരാറുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? BJP രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി മോശമായ എന്തോ ആൾക്കാർ, RSS ഇതൊക്കെ നല്ല ആൾക്കാർ, അവർ തിരുത്തുന്ന നല്ല ആൾക്കാർ, അവരുടെ ടീച്ചർമാർ, അവരുടെ ചെവിക്ക് പിടിക്കുന്ന ആൾക്കാർ, നല്ല രീതിയിലുള്ളൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പോയി CPM ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ ഭരണത്തിലല്ല പോലീസിൽ തന്നെ RSS വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നൊരാരോപണമാണ് വരുന്നത്. ഇതിനു മുമ്പും ഈ RSSനോട് മൃദു സമീപനം കാണിക്കുന്ന രീതി മുൻപും പല സർക്കാരുകളും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രവീൺ തൊഗാഡിയ കോഴിക്കോട് മാറാട് കലാപത്തെ തുടർന്ന് നടത്തിയ ഒരു വർഗീയ പ്രസംഗമുണ്ട്. ആ വർഗീയ പ്രസംഗത്തിനെതിരെ കേരളത്തിൽ കേസ് എടുത്തിരുന്നു. ആ കേസ് ഒഴിവാക്കി കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഈ ഒരു മൃദു സമീപനം RSSനെതിരെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പോൾ RSSനോട് ഏതെങ്കിലും സർക്കാർ മൃദു സമീപനം കാണിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ എന്താണ്? ഇവിടെ അൻവർ ഉന്നയിക്കുന്ന ആരോപണം സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുന്ന രീതിയിൽ, സർക്കാരിൻ്റെ പ്രതിച്ഛായ താർക്കുന്ന രീതിയിൽ പോലീസ് RSSന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അതിന് ഉദാഹരണമായി ഇന്ന് അദ്ദേഹം പറയുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസാണ്. നമുക്കറിയാം 2018 ആ സംഭവം ഉണ്ടാകുമ്പോൾ, 2018 ഒക്ടോബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഒരു തരത്തിലുള്ള തുമ്പുമില്ല. ആരാണ് ചെയ്തത്? ആ ആശ്രമത്തിലെ CCTV കേടായിരുന്നു. ഓക്കെ, അതിന് തൊട്ടടുത്തും CCTV ഉണ്ടാവുമല്ലോ. പോലീസിന് ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. കുറേ വാഹനങ്ങൾ കത്തിച്ചു, ഷിബുസ്വാമിക്ക് ആദരാഞ്ജലി എന്നുകൊണ്ട് ഒരു റീത്തും കണ്ടെത്തി എന്നതല്ലാതെ ആര് ചെയ്തു എന്നതിനെക്കുറിച്ചൊരു വിവരമില്ല. ഒരു 2018 ആ സംഭവം നടന്നു. 2019 എന്താണ് പ്രളയം ഉണ്ടായി. 2021 കോവിഡ് വന്നു. ഇപ്പോഴൊന്നും ഇതിനെപ്പറ്റി ഒന്നും കണ്ടെത്തുന്നില്ല. ആ സമയത്ത് ഈ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ട്രോളുകളെ ഭരിച്ചിരുന്ന ഒരു ഇതായിരുന്നു. ഒന്ന് സന്ദീപാനന്ദഗിരിയെ ഷിബുസ്വാമി എന്ന് വിളിക്കുക, ഈ ആശ്രമം കത്തിച്ചത് ഷിബുസ്വാമി തന്നെയാണ് എന്ന് ഈ സംഘപരിവാർ ട്രോളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അവസാനം ഇതെങ്ങനെ പോലീസ് കണ്ടുപിടിച്ചത്? ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി, ക്രൈംബ്രാഞ്ചിനൊന്നും കിട്ടിയില്ല. അവസാനം ഇത് കത്തിച്ച ഒരാളുടെ ആത്മഹത്യ, അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അയാളുടെ ആത്മഹത്യയിൽ പരാതിയുമായി അയാളുടെ ജ്യേഷ്ഠൻ, അതായത് ഈ പ്രകാശൻ എന്ന് പറയുന്ന ആളാണ് ഇതിൽ സംശയമുള്ള ആൾ, അയാളുടെ ജ്യേഷ്ഠൻ പ്രശാന്ത് എന്ന് പറയുന്നയാൾ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കുകയാണ്. അതായത് ഈ കത്തിച്ചു എന്ന് പറയുന്ന പ്രകാശ് എന്ന് പറയുന്നയാൾ ജനുവരി മാസത്തിൽ, അതായത് ഒരു 8 മാസം മുമ്പ് കണ്ട അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ അയാളുടെ ആത്മഹത്യ വെറുതെ ആത്മഹത്യയല്ല, അയാളുടെ സുഹൃത്തുക്കളായ RSSകാർ അയാളെ മർദ്ദിച്ചിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് ഇയാൾ പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ് ഇയാൾ ഈ ആശ്രമം കത്തിച്ച കേസിൽ അയാൾ പങ്കാളിത്തമുണ്ട്. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് കിട്ടിയ മൊഴി പ്രകാരം വീണ്ടും അന്വേഷിക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാവുകയും അവരെ അറസ്റ്റ് ചെയ്യാൻ, അതിലൊരാൾ കൗൺസിലർ കൂടിയാണ്, തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർ കൂടിയാണ്. അങ്ങനെ ഇരിക്കെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ തൻ്റെ അനുജൻ ഈ ആശ്രമം കത്തിച്ച സംഭവത്തിൽ ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ പ്രശാന്ത് പിന്നീട് കോടതിയിൽ അത് മൊഴി മാറ്റി പറയുകയും ചെയ്തു. അതായത് രഹസ്യമൊഴി കൊടുക്കാൻ വേണ്ടി മനുഷ്യൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനെ ഇല്ല, എന്നെ കൊണ്ട് ക്രൈംബ്രാഞ്ച് പറയിപ്പിച്ചതാണെന്ന് പറയുകയും ചെയ്തു. ഇതേ വെളിപ്പെടുത്തൽ നടത്തിയ ആൾ ചാനലുകളൊക്കെ വന്നിരുന്ന് പറഞ്ഞാണ്, ഉള്ള സത്യം പറഞ്ഞതാണ്. ഒരുപക്ഷെ മീഡിയ വൺ ഉൾപ്പെടെ അയാളുടെ ബൈറ്റ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഒരാൾ പരസ്യമായി പറയുക, പിന്നീട് മൊഴി മാറ്റി പറയുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സംഭവം പുറത്ത്, സ്വന്തം അനുജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പങ്കാളികളാണ് RSSകാർ എന്നറിഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ തുറന്നു പറഞ്ഞ അയാൾ തന്നെ പിറ്റേ ദിവസങ്ങൾക്കുള്ളിൽ മനുഷ്യരുടെ മുമ്പിൽ മൊഴി മാറ്റി പറയിപ്പിക്കാൻ വിധം ശക്തമാണ് RSSൻ്റെ പോലീസ് സ്വാധീനം എന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം സ്വാധീനമാണ് അവർക്ക് അതിലുള്ളത്. അപ്പോൾ ഇത് കേവലം CPM RSS ബന്ധം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSS ബന്ധം എന്ന നിലയിലേക്ക് ചുരുക്കി കാണുന്നതിന് പകരം നമ്മുടെ സംസ്ഥാനത്ത് അതുണ്ടാക്കാൻ പോകുന്ന കാലുഷ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പോലീസ് സേനയുടെ പ്രധാന തലപ്പത്ത്
RSSൻ്റെ ആളുകൾ ഇരിക്കുക, അവരുടെ താല്പര്യപ്രകാരം ക്രമസമാധാനം പുലരുക, അവരുടെ താല്പര്യപ്രകാരം കേസന്വേഷണം പോലും ആവുക. അതിപ്പോൾ സന്ദീപാനന്ദയുടെ കേസിൽ മാത്രമല്ല, റിയാസ് മൗലവി വധക്കേസിലാവട്ടെ, കൊലക്കേസുകളിൽ ഉൾപ്പെടെ അത്തരത്തിൽ RSSൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മാറുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം തകരും. കാരണം ഏറ്റവും മികച്ച ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനം എന്ന പദവിക്ക് അർഹമാണ് കേരളം. അവിടെ വളരെ പെട്ടെന്ന് എന്താണ് ഈ അർത്ഥത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം ജീവിക്കാൻ കൊള്ളാത്ത ഇടമായി മാറുമെന്നാണ് അർത്ഥം. അത് ആര് ഭരിച്ചാലും, അതിപ്പോൾ നാളെ UDF ഭരിച്ചാലും ഇനി LDF തന്നെ തുടർഭരണത്തിൽ വന്നാലും കേരളം ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമായി മാറും എന്നാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇത് ഇപ്പം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അൻവർ തുടങ്ങി വെച്ച പോരാട്ടം, ആ പോരാട്ടം കേവലം പിണറായി വിജയനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് മാറ്റുന്നതോ, P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുന്നതോ, ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതല്ല. സംസ്ഥാനത്ത് പോലീസ് സേനയിലുള്ള RSS സ്വാധീനം ഇല്ലാതാക്കാനുള്ള വലിയൊരു വലിയൊരു ദൗത്യത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. അതിൽ കേവലമായ രാഷ്ട്രീയ നേട്ടങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കരുത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയായിട്ടുണ്ടാകേണ്ടത്. അതിപ്പോൾ പ്രതിപക്ഷം UDF ആരോപിക്കും, ഞങ്ങൾ മുമ്പേ പറഞ്ഞതല്ലേ RSS പിണറായി ബന്ധമുണ്ട് എന്നുള്ളത്. അത് ശരിയായിരിക്കാം, ഉണ്ടെങ്കിൽ പോലും അത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ആ പോരാട്ടം. കാരണം നമുക്ക് കേരളം ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ഇടമാക്കി നിലനിർത്താൻ പാകത്തിൽ ക്രമസമാധാന നില പാലിക്കുന്ന ഒരു സംസ്ഥാനമായി മാറണം. ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാർട്ടൽ രൂപത്തിൽ, ഒരു മാഫിയ പോലെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവർ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു, സ്വർണ്ണം പൊട്ടിക്കൽ നടത്തുന്നു എന്ന് തുടങ്ങി വലിയ വലിയ ആരോപണങ്ങളാണ്. ഫോൺ ചോർത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇതിൽ ഈ ബോംബെയിലൊക്കെ, മുംബൈ പോലീസിനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്, അവർ എൻകൗണ്ടർ കില്ലിങ് നടത്തുന്നു, ആളുകളെ കൊല്ലുന്നു, അവർ കൊട്ടേഷൻ ടീമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലും ഒന്നായി കേരളം മാറാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി സമ്മേളനങ്ങൾ തുടരുമ്പോൾ ഇനിയും അൻവർ ഗുണ്ടുകൾ പൊട്ടിക്കും. ആ ഗുണ്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് കൃത്യമായ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അത് നമ്മൾ എടിപിടിയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണ് അൻവർ, മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറയുന്നു, മുഖ്യമന്ത്രി ആരോ മറച്ചു പോയി, അങ്ങനെയൊന്നുമല്ല. ഇത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളും. ശശിക്കെറിഞ്ഞാൽ കൊള്ളുന്നത് പിണറായിക്കാണെന്ന് അൻവറിന് നന്നായിട്ടറിയാം, അൻവറിൻ്റെ കൂടെ ഉള്ളവർക്കും നന്നായിട്ടറിയാം. ഇപ്പോൾ LDF യോഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണം തീരുന്നത് വരെ ADGP സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പറയുകയാണ്. അപ്പോൾ ഈ അൻവറിൻ്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം, കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ P ശശിക്കെതിരെ ഒന്നും സംസാരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ സംശയിച്ചു, ഈ P ശശി വിഷയത്തിൽ നിന്ന് പോലീസിനെ മാത്രമാണോ അൻവർ ടാർഗറ്റ് ചെയ്യുന്നത്? P ശശി വിഷയത്തിൽ അൻവർ ഒന്നും സംസാരിക്കുന്നില്ല. പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല, അൻവർ എഴുതി തന്നിട്ടില്ല, ആ പരാതിയിൽ P ശശിയുടെ പേരില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് കൃത്യമായി തന്നെ കൊള്ളേണ്ടത് മൊത്തം കൊണ്ടത് P ശശിക്കാണ്, പരാതി എഴുതി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ വീണ്ടും ഫോമിലേക്ക് വന്നിട്ടുണ്ടോ? അല്ല, അൻവറിന് ഓരോ ദിവസവും നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പറയേണ്ടത് എന്താണ്, ഈ ചർച്ച എവിടേക്കാണ് പോവേണ്ടത്, എവിടെ ചെന്ന് കൊള്ളണം, എങ്ങനെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടണം എന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് മനസ്സിലാവണം. ഒന്നാമത്തേത്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ അന്വേഷണത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു എന്താ പറയുക പേസ് കുറയാൻ പാടില്ല എന്ന് അൻവറിന് നിർബന്ധമുണ്ട്. പിന്നെ വേറെ നേരത്തെ അജിൻസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന ഒരു നില രൂപപ്പെട്ടു വരുന്നത്, അങ്ങനെ ഒരു മാധ്യമ വ്യാഖ്യാനം ഉണ്ടാകുന്നത് ടോട്ടൽ ഈ കോസിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്കെതിരെയല്ല, മുഖ്യമന്ത്രി വഞ്ചിക്കപ്പെടുകയാണെന്നൊരു പൊസിഷനിലൂടെ അദ്ദേഹം വളരെ തന്ത്രപരമായി കാര്യം പറയുകയാണ്. പക്ഷേ അദ്ദേഹം അത് പറയാൻ ശ്രമിച്ചാലും അതിൻ്റെ അവസാനത്തെ ഫലം എന്താണ്? മുഖ്യമന്ത്രി ഭരിക്കാൻ അറിയാത്ത ആളാണ് എന്നാണ് അതിൻ്റെ മലയാളം, അല്ലേ? അതായത് കഴിഞ്ഞ 8 വർഷക്കാലമായി പോലീസുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോഴും വിശ്വസ്തരാൽ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതെന്താണ് പോലീസുമായി ബന്ധപ്പെട്ട് നിരന്തര ആക്ഷേപങ്ങൾ ഉയരുന്നത്? ജയരാജ, ശശി, ദിനേശ എന്നൊന്നും അദ്ദേഹം ചോദിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അദ്ദേഹം ആ പദവിയിലിരിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് അൻവർ പറയാതെ പറയുന്ന വാചകത്തിനകത്തുണ്ട് എന്നത് കാണണം. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ RSSൻ്റെ കൈപ്പിടിയിൽ നിന്ന്, ക്രമസമാധാന പാലനത്തെ RSSൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ വിമോചിപ്പിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിനാണ്, പിണറായി വിജയനാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ സമയം 5:15, ഇപ്പോഴും അദ്ദേഹം അത് തീരുമാനിച്ചിട്ടില്ല എന്ന് കാണണം. ഗൗരവമായ കാര്യമാണ്. നോക്കൂ രേഷ്മ, ഇന്നത്തെ LDF യോഗം, ഇന്ന് സംസ്ഥാനത്തെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും ഗുരുതരമായ ആക്ഷേപം എന്താണ്? ഈ ആഭ്യന്തര വകുപ്പ് മുഴുവൻ റൺ ചെയ്യുന്നത് RSS ആണ് എന്നതാണ്. ഗുരുതര ആക്ഷേപമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ആരോപണം. ഇത്ര വലിയൊരു ക്രൈസിസിൽ സത്യത്തിൽ സർക്കാർ ഇതിനു മുമ്പ് നിന്നിട്ടില്ല. അത് ഇന്നത്തെ LDF യോഗത്തിൻ്റെ അജണ്ടയിലില്ല. ഇന്നത്തെ LDF യോഗത്തിൻ്റെ അജണ്ടയിൽ ആ വിഷയമില്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പേരുള്ള ആ സംവിധാനം പിന്നെ ഇന്ന് എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്?
അവർ വേറെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളതല്ല. അവർ ഈ സംസ്ഥാനത്തെ, കേരളം എന്ന് പറയുന്ന നമ്പർ 1 സ്റ്റേറ്റായിട്ട് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യവും സാംസ്കാരികവും മതനിരപേക്ഷവുമായ മൂല്യങ്ങളുടെ ഉൽപ്പന്നമാണത്, അല്ലേ? അതിൻ്റെ അടിയളക്കുന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് അതൊരു ഭരണപക്ഷ MLA തെളിവിലടക്കം നിരന്തരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്ന് ചർച്ച ചെയ്യണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോന്നുന്നില്ലെങ്കിൽ 2-3 ഘടകകക്ഷികൾ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടാണ് ഇന്നത് അജണ്ടയിൽ ഉൾപ്പെടുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു, അജിത് കുമാറിനെ മാറ്റാതെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയില്ല, നമ്മൾ വലിയ കുഴപ്പത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചു അന്വേഷണം കഴിയട്ടെ എന്ന്. ഓക്കെ, അന്വേഷണം ന്യായമാണ്, അദ്ദേഹം പറഞ്ഞത് ഒരു അർത്ഥത്തിൽ ന്യായമാണ്. എന്താണ് അന്വേഷണം കഴിയട്ടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ക്രിമിനൽ ആരോപണങ്ങളുണ്ട്, അവയിൽ അന്വേഷണം കഴിയാതെ നടപടിയെടുക്കാൻ പറ്റില്ല, ആർക്കെതിരെയും പറ്റില്ല, അത് ന്യായവുമല്ല. പക്ഷേ RSSൻ്റെ ആഫീസിൽ പോയി ദത്താത്രേയ ഹോസ്പിറ്റലിനെ കണ്ടയാൾ, റാം മാധവനെ കണ്ടയാൾ, അങ്ങനത്തെ ആളുകൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ അന്വേഷണം കഴിയേണ്ട കാര്യമുണ്ടോ? സെൻകുമാറിനെ മാറ്റിയപ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞു, സെൻകുമാറിനെ മാറ്റിയപ്പോൾ എന്താ പറഞ്ഞത്? സെൻകുമാർ നിങ്ങളുടെ കയ്യിലല്ല കേട്ടോ, സെൻകുമാറിന് വേണ്ടി വല്ലാതെ വാശി പിടിക്കേണ്ട കേട്ടോ എന്ന് മുഖ്യമന്ത്രി രാഷ്ട്രീയ വർത്തമാനം നല്ല ഒച്ചത്തിൽ എവിടെ പറഞ്ഞ, നിയമസഭയിൽ പറഞ്ഞാണ്. ഈ അജിത് കുമാർ ആരുടെ കയ്യിലാണ്? അജിത് കുമാർ പോയത് 2 തവണ പോയത് റിപ്പോർട്ടുകളായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നില്ല എന്നാണ് അന്നിപ്പോൾ ഇദ്ദേഹം പറയുന്നത്. നേരത്തെ രേഷ്മ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് 10 ദിവസമായല്ലോ, ബാക്കി അദ്ദേഹം അറിഞ്ഞില്ലെന്ന് വയ്ക്കാം. എന്താ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ്? RSSകാരുമായി ഇത്തരം അവിശുദ്ധ ബന്ധമുള്ളയാൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു ഭരണത്തിൽ പ്രധാനപ്പെട്ട കസേരയിൽ വേണ്ട ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാമല്ലോ, എടുത്തിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പ് എടുത്തിട്ടില്ലേ? ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നവീകരണത്തിൻ്റെ പാതയിലേക്ക് ഇപ്പോഴും അവർ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല എന്നത് കാണണം. ഇന്നലെ അദ്ദേഹം ദീർഘമായ പ്രസംഗം നടത്തിയല്ലോ കോവളത്ത്. എന്താണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? താങ്കളുടെ ഏറ്റവും വിശ്വസ്തനായ, താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSSകാരെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് മറുപടിയില്ല. മോദിയോട് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പം നെഹ്റുവിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ദീർഘപ്രസംഗങ്ങൾ കാണാറുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ 1.25 മണിക്കൂർ മോദി പ്രസംഗിച്ചു. മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ച തുലവും തുച്ഛമാണ്. ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസറില്ല. തൻ്റെ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ RSSകാരുമായി നിരന്തര സമ്പർക്കത്തിലാണ്, അതെന്തിനാണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എൻ്റെ പാർട്ടി. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പാർട്ടി എന്ന് പിണറായി വിജയൻ പറയുന്നത് പോലെ തന്നെ ഇപ്പുറത്ത് വേറൊരാൾ പറയുന്നുണ്ട്, അൻവർ, PV അൻവർ നിലമ്പൂരിലിരുന്ന് പറയുന്നുണ്ട്, ഞാനും എൻ്റെ സഖാക്കളും. ആളുകൾ കൂടുതൽ കോമ്രേഡ്സ് വിശ്വാസം എടുക്കുന്ന ആ വാചകത്തിനെയാണ്. ആ വാചകത്തേക്കാൾ ചെറുതായി പോകാൻ പാടില്ല പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ പാർട്ടി പുകഴ്ത്തൽ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം? അൻവർ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഞാൻ മൈ പാർട്ടി ആൻഡ് മൈ കോമ്രേഡ്സ്. ഇത് ഞാൻ എൻ്റെ പാർട്ടി എൻ്റെ കോമ്രേഡ്സ് നിന്ന് പിണറായി വിജയൻ പറയുന്നത് എന്ത് ചെയ്തിട്ടാണ്? ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. RSSകാർ എൻ്റെ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ RSSൻ്റെ ഭാഗം ആൾക്കാരെ തൂക്കിക്കളയണ്ടേ? ഇത് നോക്കൂ, കാണേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CPIയുടെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. LDF യോഗത്തിൽ RJD ആവശ്യപ്പെട്ടിരിക്കുന്നു. CPIഎമ്മിനകത്ത് തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അഭിപ്രായമുണ്ട്. ഈ പിണറായി വിജയൻ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കട്ട് ചെയ്ത് ഇതാ മാസം മറുപടി കൊടുത്തിരിക്കുന്നു, കേരളത്തിനും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും അൻവറിനും മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് മറ്റുള്ള ഏതെങ്കിലും കോമ്രേഡ്സിനെ കണ്ടോ? ഇന്നലത്തെ പ്രസംഗം ഒരു കോമ്രേഡ് ഏറ്റെടുക്കുന്നില്ല, ഒരു BGM നമ്മൾ കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് മതിയായതല്ല എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. കാരണം ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. 10 ദിവസമായിട്ടും അതിന്മേലൊരു നടപടിയുമില്ല. രാഷ്ട്രീയമുള്ള ഒരു നിലപാട് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMന് പറ്റുന്നില്ല. CPM പറ്റാത്ത എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ അതിന് കുറുകെ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ CPM എന്ന് പറയുന്ന പാർട്ടി RSSുമായി ബന്ധമുണ്ടാക്കി എന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ ആ പാർട്ടിയില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ പാർട്ടി ഏതെങ്കിലും നിലയ്ക്ക് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് RSSുമായി എന്തെങ്കിലും ബാന്ധവം ഉണ്ടാക്കാൻ അതിന് നേതൃത്വം തീരുമാനിച്ചാൽ താഴെത്തട്ടിലേക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആ സംശയത്തിൻ്റെ നടുക്കടലിൽ അതിനെ പിടിച്ചു നിർത്തിയിരിക്കുകയും അതിന് വ്യക്തത വരുത്തി മുന്നോട്ട് പോകാൻ കഴിയാത്തതും അതിനെ ദുർഘടസന്ധിയിലാക്കിയിരിക്കുന്ന ആരാണ്? കോമ്രേഡ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിനാണ് അതിൻ്റെ ബാധ്യത. അദ്ദേഹം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ ആശയക്കുഴപ്പം നീക്കാൻ നല്ല വർത്തമാനമെങ്കിലും അദ്ദേഹത്തിന് പറയാം. ഓക്കെ, ഈ പ്രശ്നത്തിനകത്ത് എന്താണ്? ഈ നീണ്ട മൗനങ്ങൾ എടുക്കുക. മകൾ 1.25 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്ന സംഭവം പുറത്തു വന്നപ്പോഴും അദ്ദേഹം നീണ്ട മൗനം എടുത്തു. ആ നീണ്ട മൗനം അദ്ദേഹം എടുത്തപ്പോൾ പാർട്ടി തെരുവിൽ തുണിയുരിഞ്ഞ് നിൽക്കപ്പെട്ടു. വിശദീകരിക്കാൻ കഴിയാതെ പാർട്ടി പ്രയാസപ്പെട്ടു. സ്വന്തം മകൾ എന്ത് കച്ചവടമാണ് നടത്തുന്നത്, അതിനവർ കൊടുത്ത സേവനം എന്താണ്? അദ്ദേഹം വിശദീകരിച്ചില്ല, അദ്ദേഹത്തിൻ്റെ മകളും വിശദീകരിച്ചില്ല. എന്നിട്ട് അതിന് വിശദീകരണമില്ലാതെ, മറുപടികളില്ലാതെ പാർട്ടിയും പാർട്ടി സഖാക്കളും തെരുവിൽ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൾ എന്ത് ചെയ്തു? മട്ടുപ്പാവിലിരുന്നു കൊണ്ട് പാർട്ടി ആക്രമിക്കപ്പെടുന്നത് അവർ കണ്ടു, കടല കുറിച്ചുകൊണ്ട്. ഞാൻ പറയാണ്,
അങ്ങനെ കണ്ടു, അവരത് വിശദീകരിക്കാൻ തയ്യാറായില്ല. ഇവിടെ വേറെ ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന കെൽട്രോണിൻ്റെ ക്യാമറ സ്ഥാപിച്ചുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ അതേ കമ്പനികൾ മുഴുവൻ നിരന്നു വന്ന് വിശദീകരിച്ചു ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എക്സാലോജിക്കിന് ഒരു വിശദീകരണമില്ല, അന്നുമില്ല ഇന്നുമില്ല. ആരാണ് പ്രയാസപ്പെടുന്ന? ആരാണ്? പാർട്ടി. അപ്പോൾ ഇതിനൊക്കെ ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് എന്ന കാര്യം പിണറായി വിജയൻ ആലോചിക്കണം. പിണറായി വിജയൻ ഈ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, തർക്കമില്ല. പക്ഷെ അദ്ദേഹമല്ല ഈ പാർട്ടിയുടെ അവസാനത്തെ ആൾ, അല്ലെങ്കിൽ അവസാനത്തെ കുലപതി അദ്ദേഹമാണ് എന്ന് അദ്ദേഹം വിചാരിക്കാൻ പാടില്ല. ഈ VS അച്യുതാനന്ദനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കാലിൽ ഒരു ചെറിയ കമ്പ് കൊണ്ടതൊന്നും രക്തസാക്ഷികളെക്കാൾ വലുതല്ല കേട്ടോ, രക്തസാക്ഷ്യത്തെക്കാൾ വലുതല്ല. ഈ VS അച്യുതാനന്ദൻ്റെ കാലിൽ പോലീസ് ബാനറ്റ് കുത്തി കയറ്റിയതാണ്. അപ്പോൾ ഒരു ആലപ്പുഴ സമ്മേളനത്തിലെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കാലിൽ എന്തോ ഒരു സംഗതി കൊണ്ടു എന്നതൊന്നുമല്ല ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള ത്യാഗം, രക്തസാക്ഷിത്വമാണ് വലിയ ത്യാഗം. രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോഴേ 100 കണക്കിന് ആളുകൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി. എവിടുന്ന് രക്തസാക്ഷിത്വം വഹിച്ചതാണ്? RSSനാൽ കൊല ചെയ്യപ്പെട്ട 100 കണക്കിന് ആളുകളുള്ള പാർട്ടിയാണ് CPIM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിയിൽ ഉള്ള ആളുകൾ സംശയത്തോടെ നോക്കുന്നു, RSSുമായിട്ട് എന്തോ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ഭരിക്കുന്നത് RSS ആണോ? ഭരിക്കുമ്പോൾ RSS ആണോ പോലീസിനെ കൊണ്ടുപോകുന്നത്? നമ്മൾ ഭരിക്കുമ്പോൾ RSS ആണോ ഇവിടെ പ്ലോട്ട് ഡിസൈൻ ചെയ്യുന്നത്? ഈ രാജ്യത്തെ എപ്പോൾ വേണമെങ്കിലും കത്തിക്കാൻ തക്കവണ്ണം, ഈ നാട്ടിനെ കത്തിക്കാൻ തക്കവണ്ണം നമ്മുടെ ഭരണത്തിലും RSS പണിയെടുത്തുകൊണ്ടിരിക്കുകയാണോ? ഈ ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കർശനമായ നടപടി എടുത്തുകൊണ്ട് വ്യക്തത വരുത്താൻ കഴിയുന്നില്ല എങ്കിൽ പിണറായി വിജയൻ, അദ്ദേഹം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരമുണ്ട്, പാർട്ടി അദ്ദേഹത്തിൻ്റെ പിടിയിലാണ്, ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പറ്റും, അജണ്ടകൾ റീസെറ്റ് ചെയ്യാൻ, എന്താ പറയുന്നത്, LDFൻ്റെ അജണ്ട എന്താവണമെന്ന് തീരുമാനിക്കാൻ പറ്റും, എല്ലാവരെയും നിശബ്ദരാക്കിയിരുത്താനും പറ്റും. പക്ഷേ സ്വന്തം പാർട്ടിക്കോ ജനാധിപത്യ മതനിരപേക്ഷ കേരളം, നമ്പർ 1 കേരളം എന്ന കേരളത്തിനോ അദ്ദേഹം ഇപ്പോഴും ഈ മണിക്കൂറിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മയല്ല എന്നത് സുനിശ്ചിതമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത് തന്നെ. ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിയാത്ത ഓരോ നിമിഷവും സ്വന്തം സഖാക്കളോട് ആത്മവഞ്ചന ചെയ്യുകയാണ് മുഖ്യമന്ത്രി. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അത് വീണ്ടും ആവർത്തിക്കുകയാണ്.